എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 ഡിസംബർ 10, 11 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. SCRT പുസ്തകം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ടാലന്റ് അറിവിടം എന്ന് പറയുന്ന സീരീസിൽ സോഷ്യലിനും സയൻസിനും വേണ്ടിയിട്ട് പഠന സഹായികൾ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയാണ്. ഇതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങളും പാർട്ട് 2 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദെൻ ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല ടീച്ചർ ടെക്സ്റ്റ് ഫാക്ടുകളും ലേണിംഗ് റൂം ഫാക്ടുകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്കുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഈ ഒരു ബുക്ക്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkala.com സന്ദർശിച്ചാൽ മതി. അപ്പോൾ ഈ വർഷം അവസാനം വരാണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് ബെവ്കോ LDC എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ശമ്പളം, ഏറ്റവും നല്ല ബോണസ്, മറ്റ് ആനുകൂല്യങ്ങൾ, ഒരു വളരെ മികച്ച ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അതല്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുകയോ ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നമുക്ക് ചർച്ചയിലുള്ള നമ്മുടെ ആദ്യത്തെ പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? CMS കോളേജ് കോട്ടയം. എവിടെയാണ്? CMS കോളേജ് കോട്ടയം. വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. കാരണം റീസെന്റ് ആയിട്ട് നമ്മൾ ചർച്ചയിലുണ്ടായിരുന്നു അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? IIT ഡൽഹി ക്യാമ്പസിൽ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIT ഡൽഹി ക്യാമ്പസിലും. കേരളത്തിലാണെങ്കിൽ അത് CMS കോളേജിലുമാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എഴുത്തുകാരിയാണ് KR മീര. അപ്പോൾ KR മീരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ പുസ്തകം, പേര് കലാച്ചി. എന്താണ്? കലാച്ചി. അപ്പോൾ കലാച്ചി എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് KR മീരയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നമുക്കറിയാം അല്ലെ, ആരാച്ചാർ പോലുള്ള രചനകളൊക്കെ ആരുടേതാണ്? KR മീരയുടേതാണ്. ഇനി അടുത്തത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആനന്ദ് അംബാനി എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് കിട്ടിയൊരു അംഗീകാരം, അതായത് വന്യജീവി സംരക്ഷണം മുൻനിർത്തി ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി നൽകുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? പുരസ്കാരം എന്ന് പറഞ്ഞ എന്താണ്? ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി നൽകുന്നത്. എന്നാൽ എന്തിനു വേണ്ടി നൽകുന്നതാണ്? വന്യജീവി സംരക്ഷണം മുൻനിർത്തി നൽകുന്ന പുരസ്കാരമാണ്. ലഭിച്ചത് ആനന്ദ് അംബാനിക്ക്. ഇനി വന്യജീവി സംരക്ഷണം എന്ന് പറഞ്ഞല്ലേ, വന്യജീവി സംരക്ഷണം ആനന്ദ് അംബാനി. ഇത് കേൾക്കുമ്പോൾ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. വൻതാര അല്ലെ, വൻതാര എന്ന് പറയുന്ന വന്യജീവി സംരക്ഷണം അല്ലെ, വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? ആനന്ദ് അംബാനിയാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് വൻതാര സ്ഥിതി ചെയ്യുന്നത്. സോ ഈ വൻതാര അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മുൻനിർത്തിയാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കൊടുത്തത്. അപ്പോൾ ആനന്ദ് അംബാനിക്കാണ് ഏത് അവാർഡ് കിട്ടിയത്? ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം. ഇനി രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട്. ഈ ഒരു അവാർഡ് കിട്ടുന്ന ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആനന്ദ് അംബാനി. അപ്പോൾ ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് കിട്ടുന്ന ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി. അത് മാത്രമല്ല ഈ ഒരു അവാർഡ് കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ്? അതും ആനന്ദ് അംബാനി തന്നെയാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ വന്ദേ ഭാരതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് രാജ്യത്തിന്റെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് എവിടെയാണ്? അപ്പൊ എന്താണ്? രാജ്യത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് എവിടെ എന്നുള്ളതാണ്. അത് നമ്മുടെ ഡൽഹിക്കും പാറ്റ്നയ്ക്കും ഇടയിലാണ്. എവിടെയാണ്? ഡൽഹിക്കും പാറ്റ്നയ്ക്കും ഇടയിലാണ് ഇത് സർവീസ് നടത്തുന്നത്. സോ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ബില്ലിനെ പറ്റിയാണ്. അതായത് ദ ഹെൽത്ത് സെക്യൂരിറ്റീസ് എ നാഷണൽ സെക്യൂരിറ്റി സെസ് ബിൽ. എന്താണ്? ദ ഹെൽത്ത് സെക്യൂരിറ്റീസ് എ നാഷണൽ സെക്യൂരിറ്റി സെസ് ബില്ല് 2025 എന്ത് ചെയ്തിരിക്കുന്നു? രാജ്യസഭ പാസ്സാക്കിയിരിക്കുന്നു. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപ് എന്താണ് ഈ ബില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാൻ മസാലയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ചില ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? സെസ് ഏർപ്പെടുത്തുന്നുണ്ട്. ആ കിട്ടുന്ന വരുമാനത്തെ നമ്മുടെ എന്താണ് പൊതുജനാരോഗ്യത്തിനും അതുപോലെ തന്നെ ദേശ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള ചെലവുകൾക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബില്ല് പറയുന്നത്. സോ അങ്ങനെയുള്ള ഈ ഒരു ദ ഹെൽത്ത് സെക്യൂരിറ്റീസ് നാഷണൽ സെക്യൂരിറ്റി സെസ് ബില്ല് രാജ്യസഭ അംഗീകരിച്ചത് 2025 ഡിസംബർ 8 എന്നാണ്. 2025 ഡിസംബർ 8-നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്? ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 ഡിസംബർ 1-നാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി ബില്ല് അവതരിപ്പിച്ചത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. ഇനി എന്നാണ് ഈ
ബില്ല് ലോക്സഭയിൽ പാസ്സായത്. അത് 2025 ഡിസംബർ 5 എന്നാണ്. 2025 ഡിസംബർ 5 എന്ത് ചെയ്തു? ഇത് ലോക്സഭയിൽ പാസ്സായി. ദെൻ ഡിസംബർ 8 എന്ത് ചെയ്തു? ഇത് രാജ്യസഭ പാസ്സാക്കി. വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, SIR, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. അപ്പൊ ഇത് SIR പ്രകാരം വോട്ടർ പട്ടികകളുടെ 100% ഡിജിറ്റൈസേഷൻ നേടിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR പ്രകാരം വോട്ടർ പട്ടികകളുടെ 100% ഡിജിറ്റൈസേഷൻ നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാൻ. ഇതാണ് രാജസ്ഥാനാണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്തിടെ അനാഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും 1% സംവരണം അനുവദിച്ച സംസ്ഥാനം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനാഥരായ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസത്തിലും ജോലിയിലും 1% സംവരണം ഒരു സംസ്ഥാനം അനുവദിച്ചിരിക്കുന്നു. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഹാരാഷ്ട്രയാണ്. ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി എഗെയിൻ വീണ്ടും ഒരു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്, ഒരു ഓപ്പറേഷനാണ്. അതായത് അടുത്തിടെ ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? എന്താണ് ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട് ആരംഭിച്ച സംസ്ഥാനം? അത് ഗുജറാത്ത് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. എന്താണ് മ്യൂൾ ഹണ്ട് ആരംഭിച്ചത്? എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംസ്ഥാനത്തിൽ ഉടനീളമുള്ള സൈബർ കുറ്റവാളികളുടെ എന്താണ് ഒരു ശൃംഖല തകർക്കുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്പറേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഒരു പ്രമേയത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം എന്താണ് നമ്മുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം അല്ലെ. എന്നാണ്? ഡിസംബർ 10 ഈ ഒരു മനുഷ്യാവകാശ ദിനം എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. അപ്പൊ 2025 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അത് ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്. എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ് എന്നുള്ളതാണ് 2025 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. ഇപ്പോൾ പ്രമേയമൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള മുഖ്യമന്ത്രി ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? അടുത്തിടെ ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാർ ആണെന്നുള്ള കാര്യം ഓർക്കുക. നമുക്കറിയാം ഇപ്പൊ എന്തിനാണ് റെക്കോർഡ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ മുഖ്യമന്ത്രി 10 തവണ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നു. ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? 10 തവണ ഇന്ത്യയിൽ മുഖ്യമന്ത്രി ആവുന്നു. സോ ആ ഒരു റെക്കോർഡാണ് നിതീഷ് കുമാറിനെ തേടിയെത്തിയിരിക്കുന്നത്. നമുക്കറിയാം നിതീഷ് കുമാർ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? ബീഹാറിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതുകൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യം. 2025 കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ്? 2025 കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ്? FC ഗോവ. ആരാണ്? FC ഗോവയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇവരെ പരാജയപ്പെടുത്തിയത് ഈസ്റ്റ് ബംഗാളിനെയാണ് പരാജയപ്പെടുത്തിയത്. ദെൻ ഗോവയുടെ 3ാമത്തെ കിരീടമാണ്, തുടർച്ചയായ 2ാമത്തെ കിരീടമാണ്. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ചാനലിന്റെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ന്യൂ SCRT ഫാക്ട് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkerala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു. എവിടെയാണ്? CMS കോളേജ്, കോട്ടയം. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ അത് IIT ഡൽഹി. ദെൻ അതിനുശേഷം പറഞ്ഞത് KR മീരയുടെ നോവലാണ്. എന്താണ് നോവലിന്റെ പേര്? കലാച്ചി. അപ്പോൾ കൃത്യമായിട്ട് നോവൽ എന്ന് ഓർക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞത് ഒരു അവാർഡാണ്, നമ്മുടെ ആനന്ദ് അംബാനിക്ക് കിട്ടിയ അവാർഡാണ്. അതായത് വൻതാരയുടെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? ആനന്ദ് അംബാനി. സോ അദ്ദേഹത്തിന് വന്യജീവി സംരക്ഷണം മുൻനിർത്തി ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി നൽകുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം എന്ത് ചെയ്തു? ലഭിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. ഈ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ, ഈ അവാർഡ് കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞു രാജ്യത്തിന്റെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് എവിടെയാണ്? അത് ഡൽഹിക്കും പാറ്റ്നയ്ക്കും ഇടയിലാണ്. അതിനുശേഷം പറഞ്ഞൊരു ബില്ലായിരുന്നു ദ ഹെൽത്ത് സെക്യൂരിറ്റീസ് നാഷണൽ സെക്യൂരിറ്റി സെസ് ബിൽ 2025 രാജ്യസഭ പാസ്സാക്കിയത് എന്നാണെന്ന് പറഞ്ഞു. 2025 ഡിസംബർ 8 അത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമൻ ഡിസംബർ 1 അവതരിപ്പിച്ചത്. ദെൻ ലോക്സഭ പാസ്സാക്കിയത് ഡിസംബർ 5 ദെൻ അതിനുശേഷം പറഞ്ഞു SIR പ്രകാരം വോട്ടർ പട്ടികകളുടെ 100% ഡിജിറ്റൈസേഷൻ നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇനി SIR മുഖാന്തരമുള്ള ആദ്യത്തെ ഇലക്ഷൻ നടത്തിയ സംസ്ഥാനം ബീഹാറാണ് കേട്ടോ. ഇനി അതിനുശേഷം പറഞ്ഞത് അടുത്തിടെ അനാഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും എത്ര ശതമാനം? 1% സംവരണം അനുവദിച്ച സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്? മഹാരാഷ്ട്രയാണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് അടുത്തിടെ ഓപ്പറേഷൻ മ്യൂൾ ഹണ്ട് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക.
ദെൻ അതിനുശേഷം ഒരു പ്രമേയമാണ് പറഞ്ഞത്, അതായത് 2025 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം പറഞ്ഞു. അതായത് ഹ്യൂമൻ റൈറ്റ്സ് ഓർ എവരിഡേ എസെൻഷ്യൽസ് എന്നുള്ളതാണ് ഈ ഒരു പ്രമേയം എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം നമ്മുടെ നിതീഷ് കുമാർ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് നേടിയിട്ടുണ്ട്. അതായത് ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ്. അതായത് 10 തവണ ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി ആയിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി 10 തവണ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നത്. സോ അത്തരത്തിലുള്ള റെക്കോർഡ് നേടി ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എന്ത് ചെയ്തിരിക്കുന്നു, നിതീഷ് കുമാർ ഇടം നേടിയിരിക്കുന്നു. അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയാണ്. ദെൻ അതിനുശേഷം പറഞ്ഞു 2025 കലിംഗ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണ്, FC ഗോവയാണ്. ഇനി ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി FC ഗോവയുടെ 3ാമത്തെ കിരീടം, തുടർച്ചയായ 2ാമത്തെ കിരീടം, അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, രാജ്യത്ത് ഒരു കർഷകന്റെ തനദിനമായി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കിഴങ്ങ് വർഗ്ഗം ഏതെന്നാണ്. അപ്പോൾ അന്നം, രൂപ, മന്ന, കീർത്തി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് കൈവാക്ക് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് ചോദ്യം. അപ്പോൾ വാഗമൺ, വിശാഖപട്ടണം, കന്യാകുമാരി, വയനാട്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, റിസർവ് ബാങ്കിന്റെ പുതിയ റിപ്പോ നിരക്ക് എത്രയെന്നാണ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 5.250 ആണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇതിനു മുൻപ് 5.50 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 5.25 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി 2025 വേദി എവിടെയാണ്. അപ്പോൾ അത് ഡൽഹിയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വ്ളാഡിമിർ പുടിൻ നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. സോ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഡിസംബർ 10, 11 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.